കുറച്ച് കഥകളിലേക്കൊക്കെ പോവാം. അങ്ങനെ കുറച്ച് പറ. ഞങ്ങളുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഗ്യാങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഇതുവരെ ഹോട്ടലിൽ ഇങ്ങോട്ടും ഹോട്ടലിൽ നിന്ന് അല്ലാണ്ട് ഒരു സ്ഥലം വരെ അല്ല, ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്നെ ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഈ പുള്ളിക്കാരി ഞാൻ ആദ്യത്തെ ഗോവ ട്രിപ്പ് ഞങ്ങളെ വിളിക്കാതെ എപ്പോഴും ട്രിപ്പ് ആയതുകൊണ്ട് ചേച്ചിയാണ്. ചേച്ചി ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു ഗ്രൂപ്പിനെ യാത്രയും കുറിച്ച് എന്തിനു ചേച്ചി വെറുതെ ആഡായി സമയം കളയും? ഇവിടെ പോയവർക്ക് കേൾക്കാം. അതെ, പോയവരുടെ കഥ നമുക്ക് കേൾക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആ 3 പേരായിരിക്കും. ദേവിക, സൂര്യ, ജലജ. അങ്ങനെ പോവാം. നിങ്ങളുടെ ഒരു രസകരമായ ഒരു മൊമെന്റ്. ഞങ്ങള് കഴിഞ്ഞ വെക്കേഷനില് ഞങ്ങള് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയി. ഓക്കെ. ടോട്ടലി ഞങ്ങള് ജോയിന്റ് ഫാമിലിയാണ്. ഞങ്ങൾ ടോട്ടൽ 10 പേരുണ്ട്. ലോറി പോവോ? ഞങ്ങള് 2-3 വണ്ടി ആയിട്ടാ പോയത്. ഇതിൽ തന്നെ ലോറിയില് തന്നെ ലോഡ് എടുത്ത് വിടുന്ന എല്ലാവരുടെ ലക്നൌവിന് പോയി. അപ്പം എനിക്ക് അങ്ങനെ ഹിന്ദി അധികം കേട്ടാ മനസ്സിലാവും, പറഞ്ഞാനറിയില്ല. അപ്പൊ ഞാനും ചിറ്റയും കൂടെ രാത്രിയില്, സാധാരണ അമ്മ ഫ്രണ്ടിൽ പോകും, ഞങ്ങള് പുറകെ നടക്കുക. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ പോകുമ്പോ മെയിൻ നടക്കുന്നത്. ഇതിന്റെ ഞങ്ങൾ രണ്ടുപേരുടെ രാത്രിയിൽ ഇറങ്ങി ചെക്ക് പോസ്റ്റ് ചെന്ന് അവിടെ ഹിന്ദിയാണല്ലോ ഒരു പൊതുവെ സമയം. ഞങ്ങൾക്ക് ഈ കയറ ലോഡും ഉണ്ടായത്. അപ്പൊ ഞങ്ങൾക്ക് കയറിന്റെ ഹിന്ദി അറിയില്ല. ഞങ്ങള് പുള്ളിയോട് അറിയാവുന്ന ഭാഷയെല്ലാം പറഞ്ഞു പുള്ളിയുടെ. ലാസ്റ്റ് ചിറ്റയുടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് സാധനമൊക്കെ കാണിച്ചു. പക്ഷെ മൊത്തം പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് പുള്ളി എണീറ്റിട്ട് ഞങ്ങളോട് തൊഴുതു നിന്നിട്ട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ആക്ച്വലി ചെക്ക് പോസ്റ്റിൽ എത്തുമ്പം അവിടെ നിൽക്കുന്നവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കില്ല. ബിക്കോസ് അവർ യൂഷ്വലി കാണുന്ന ആൾക്കാരെ ഞങ്ങളിപ്പം ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്കൊക്കെ ഡ്രൈവർ ആന്ന് പറയുമ്പോൾ ചിലർ വിശ്വസിക്കില്ല. അപ്പൊ ചിലർ പറയും ഓക്കെ വണ്ടി ഓടിച്ചു കാണിക്കാൻ പറയും. അങ്ങനെ ചില സമയത്ത് ചെക്ക് പോസ്റ്റിൽ ചെല്ലുമ്പോൾ ഓഫീസറൊക്കെ ഇറങ്ങി വന്നത് നോക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഇനി പറയുന്നത് ശരിയാണോ എന്ന് അവർക്കൂടെ അറിയണ്ടേ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ത്രില്ല് തോന്നും. അടുത്ത ട്രിപ്പിൽ നമുക്ക് ഇവരുടെ എവിടെയെങ്കിലും പോയാൽ നമ്മൾ എവിടെയെങ്കിലും എത്തും. ലോഡ് ഓടിക്കാൻ ഞങ്ങൾ റെഡിയാ. ഒരു ടാർപ്പ വിരിച്ച് കെട്ടിയാൽ മതി, എല്ലാവരും അതിനകത്തിരുന്നു. മഴയത്ത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? മഴയത്തെ ഡ്രൈവ് ഭയങ്കര അടിപൊളി. ഈ മഴയത്തൊക്കെ ആംബുലൻസ് ഓടിക്കാൻ ഭയങ്കര റിസ്ക് അല്ലയോ ചേച്ചി? മഴയത്തൊന്നല്ല, ഏതൊരു സമയത്തും നമുക്ക് ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അപ്പൊ റിസ്ക് തന്നെയാണ്. മറക്കാനാവാത്തൊരു അനുഭവം ചോദിച്ചാ? മറക്കാനാവാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെ ഓരോന്നും ഓരോ ജീവന് വേണ്ടിയുള്ള ഓട്ടമാണ്. ഒരു ലേഡി എന്ന നിലയിൽ നമുക്ക് ഒരിക്കലും ചിന്തിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു മേഖലയല്ല. നമുക്ക് ധൈര്യം വേണം. കാരണം വെച്ചാൽ ബ്ലഡ് ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ബ്ലഡ് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ പോയി എടുക്കാറുണ്ട്. കൊണ്ട് എത്തിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു മൂമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ആംബുലൻസ് എന്ന ഒരു മേഖല തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യം. പക്ഷെ അതിനേക്കാൾ ഏറെ ദുഃഖങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെ പോലെയല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, തിരിച്ചു വരാം. പക്ഷെ ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് സിറ്റുവേഷനിലായിരിക്കും ആ വിളി വരുമ്പോൾ ചെയ്യുന്നത് നിർത്തിയിട്ട് എടുത്തോണ്ട് പോവാ വണ്ടിയും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം ഈ പറയുന്ന പോലെ ഏത് സമയം വേണമെങ്കിലും നമുക്കൊരു കോളും വരാം. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 മിനിറ്റ് ഉണ്ടായിരുന്നു റെഡിയായി വണ്ടി സ്റ്റാർട്ട്. ഇപ്പൊ അതില്ല, വിത്തിൻ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിനുള്ളിൽ. അത് നമ്മൾ ഏത് കണ്ടീഷനിലാണോ ഇരിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും, ഏത് അവസ്ഥയിലിരിക്കുന്നു അവിടുന്ന് നമ്മൾ ഓടി വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. കാരണം വെച്ചാൽ നമ്മൾ 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഡിലേ ആയാൽ ഒരു ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പം അത് നമ്മൾ സമയമോ കാലോ അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ജീവന് വേണ്ടിയുള്ള പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ മേഖലയിൽ നിൽക്കുന്നത്. വെരി ട്രൂ. ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം. ആംബുലൻസ് ഡ്രൈവേഴ്സിന് ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് തന്നെ തരണം. ബിക്കോസ് അത്രയും റിസ്ക് എടുത്താണ് അവർ. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും ചിലർ ചിലപ്പോൾ വഴി കാണിക്കാണ്ടോ അല്ലെങ്കിൽ മാറിക്കൊടുക്കാണ്ടൊക്കെ ഓരോരുത്തരും ഉണ്ടാവും. പക്ഷേ പ്ലീസ് ഡു റെസ്പെക്ട് ദം. അടിപൊളി. അമ്മച്ചിയേ, എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോയിട്ടുണ്ടോ? അതോ ഇപ്പോഴും JCB ആയിട്ട് തന്നെയാണോ? ഓഫ് റോഡ് വരെ ഓടിച്ചിട്ടുണ്ട്. ചില അവസരങ്ങളിൽ നമ്മൾ ത്രില്ലാവും. അങ്ങനെയൊക്കെ വരുമ്പോ ഓഫ് റോഡൊക്കെ ചെയ്യാറുണ്ട്. ആണ്. അടിപൊളി. ഓക്കെ, ആതിര? എനിക്ക് ഏറ്റവും ത്രില്ല് തോന്നിട്ടുള്ളത് വെച്ചാൽ ഈ റാലി കാറിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അതിൽ ഏറ്റവും ഫൺ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ അച്ഛനുമായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഒരു ദിവസം ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, അപ്പൊ ആളെ ഞാനൊരു എക്സ്പീരിയൻസിന് കയറ്റി ലെഫ്റ്റ് സൈഡ് ഇട്ട് ഫുള്ള് ലോക്ക് ചെയ്ത്, ഫുൾ നമ്മുടെ നോർമൽ ഇതല്ല, ലോക്ക് ചെയ്യുന്ന ഇതാണ്. അപ്പം അച്ഛൻ്റെ ഡ്രൈവിംഗ് മാഷ് കൂടിയാ. അപ്പൊ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ടേൺ എടുത്തപ്പോഴത്തേക്ക് ആള് പിടിച്ച് സ്റ്റിയറിംഗ് പിടിച്ചു ഒറ്റ ഓടി. ഞാൻ ഒരു നിമിഷം ഒന്ന് സ്റ്റക്ക് ആയി പോയി. കാരണം വണ്ടി സ്കിഡായി ഞാൻ ചവിട്ടി നിർത്തി. ഞാൻ പിന്നെ അടുത്ത റൗണ്ട് വെച്ചപ്പോ ഇവിടെ കയ്യും കൂടി സീറ്റ്. അങ്ങനെ കൊച്ചു കൊച്ചു മൊമെന്റ്സ് ലൈഫില് മറക്കാനാവാത്തൊരു അനുഭവം. അടിപൊളി, അടിപൊളി, കൊള്ളാം.